പല ബിസിനസ് ഉടമകളും പറയാറുള്ള ഒരു പരാതിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. എൻ്റെ സ്ഥാപനത്തിൽ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, കയ്യിൽ പണം നന്നായി വരുന്നുമുണ്ട്, പക്ഷേ മാസം അവസാനം നോക്കുമ്പോൾ ലാഭമൊന്നുമില്ല. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ കണ്ടേക്കുക. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു മാത്രം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാനുള്ളത്. വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. ഞാൻ നിങ്ങളുടെ ദിനേശ് മുങ്ങത്ത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് മാസം അവസാനമാകുമ്പോൾ ലാഭമുണ്ടായിട്ടും കാശില്ല എന്നതിന് ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കയ്യിൽ പണം വരുന്നത് ലാഭമല്ല എന്നും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ ബിസിനസ്സിലെ യഥാർത്ഥ ലാഭം കണക്കാക്കാം എന്നതിനെ കുറിച്ചുമാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിന് വളർത്താൻ സാധിക്കൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ റെഡിയായിക്കൊള്ളുക. നമ്മുടെ ലാഭത്തെ കണക്കാക്കുമ്പോൾ വരുത്തുന്ന വലിയ 3 തെറ്റുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് പലർക്കും ലാഭം തെറ്റായി പോകുന്നത് എന്ന സത്യം പല ആൾക്കാരും എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് പല സമയത്തും ചോദിച്ച 90% സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ബിസിനസ് ഓണറിനോടും മറ്റു വലിയ ബിസിനസ് നടത്തുന്നവരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും റിപ്പീറ്റഡ് ആയി പറഞ്ഞ കുറേ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നയാൾ സ്വന്തം ശമ്പളത്തെ കണക്കാക്കുന്നില്ല എന്നുള്ള സത്യം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശമ്പളം നിശ്ചയിക്കണമെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന്. അത് കുറച്ചതിന് ശേഷം മാത്രമേ ലാഭം കണക്കാക്കാവൂ എന്ന സത്യം. എത്ര പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് റിലേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്? എത്ര പേര് നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭമുണ്ട് പക്ഷെ ശമ്പളം എടുക്കുന്നില്ല എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമോ? നിങ്ങൾക്കിത് ശരിയായി തോന്നുമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഹിഡൻ കോസ്റ്റുകൾ എന്ന് പറയുന്ന വലിയ കാര്യം. കറണ്ട് ബില്ല്, വാടക, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയെല്ലാം നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. പക്ഷെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ എന്നിവ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ള ഒരു സത്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് ബിസിനസ് മിക്സിംഗ്. 90% ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. വീട്ടിലെ ആവശ്യത്തിന് ബിസിനസ് നിന്നും പൈസ എടുക്കുക, എന്നിട്ട് ചെലവഴിക്കുക, എന്നിട്ട് എഴുതാതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു ട്രാപ്പ്. ഇത് നമ്മുടെ കണക്കുകൾ മൊത്തം തെറ്റിക്കും. അവസാനം അക്കൗണ്ടന്റുമാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്, റൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഓണേഴ്സ് വിഡ്രോവൽ എന്ന് പറഞ്ഞ് ഒരു എൻട്രി പാസ് ചെയ്ത് ആ സ്ഥാനത്ത് സെറ്റിൽ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര എടുത്തു, എന്തിനെടുത്തു, എങ്ങനെ എടുത്തു എന്ന് യാതൊരു പിടിയുണ്ടാവില്ല. എല്ലാം നമ്മുടെ എക്സ്പെൻസസിലേക്ക് പോകും. പക്ഷെ അത് ശരിയായ രീതിയല്ലെന്ന് മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫോർമുല നിങ്ങളോട് പറയാൻ പോകുകയാണ്. ശരിയായ ലാഭം എങ്ങനെ കണക്കാക്കാമെന്ന്. വളരെ ലളിതമായ ഒരു ഫോർമുല. നമുക്കറിയാം എല്ലാവർക്കും, ആകെ വരുമാനം മൈനസ് ആകെ ചിലവുകൾ എന്നതാണ് നെറ്റ് പ്രോഫിറ്റ്, അല്ലെ? അപ്പൊ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ തുക. ഇവിടെ ചെലവുകൾ കണക്കാക്കുമ്പോൾ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് കോസ്റ്റുകളും. സാധനങ്ങൾ വാങ്ങുകയോ നിർമ്മാണത്തിനോ ഉപയോഗിക്കുന്ന ചെലവുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശമ്പളം, മാർക്കറ്റിംഗ്, വാടക, നികുതി, മറ്റ് ചിലവുകൾ, ഡിപ്രിസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇവയെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ബാക്കി നിൽക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇതിൽ നിന്ന് വേണം സ്വന്തം ബിസിനസ് വിപുലീകരിക്കാനും സേവിങ്സ് ഉണ്ടാക്കാനും എന്ന് തിരിച്ചറിയുക. ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഓരോ മാസവും കൃത്യമായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് വെറും ഒരു ഏകദേശ കണക്കാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? യെസ് ഓർ നോ എന്ന് താഴെ കമന്റ് ചെയ്യാം. കാരണം കണക്കുകൾ നിങ്ങൾ കണിശത കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വേണ്ടത്, മറ്റൊരു അക്കൗണ്ടന്റിനെ വെച്ചിട്ട് അവൻ എന്ത് തരുന്നു അത് അംഗീകരിക്കുന്നതാണ് നിങ്ങളുടെ മെന്റാലിറ്റി എങ്കിൽ നിങ്ങൾ ബിസിനസ് വളർത്താൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ ചെലവുകളും വരവുകളും കൃത്യമായി അറിഞ്ഞ്
മനസ്സിലാക്കി പോകണം. ഇത് പഠിച്ച് അറിയുക തന്നെ വേണമെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള കഴിവുണ്ടാവും, നിങ്ങൾക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഏരിയ ആ ആ ആ ഫീൽഡിൽ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷെ കണക്കിൽ നിങ്ങൾ പാളിയാൽ എല്ലാം പാടുമെന്നറിയുക. മറ്റുള്ളവർ തരുന്ന കണക്കിനെ അപ്പാടെ കണ്ണടച്ച് ഉൾക്കൊള്ളേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഏകദേശ കണക്കിലാണോ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ കൃത്യമായ കണക്കിലാണോ എന്ന് യെസ് ഓർ നോ എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റ് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് DM-ൽ ഷെയർ ചെയ്തതാണ്. സുഹൃത്തുക്കളെ, കണക്കുകൾ കൃത്യമല്ലാത്ത ബിസിനസ് ഒരു കണ്ണടച്ചുമുള്ള യാത്ര പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ വരവ് ചെലവുകൾ കണക്കുകൾ കൃത്യമായി എഴുതി തുടങ്ങുക. ബിസിനസ് വളർത്താൻ പണിയെടുക്കുന്നതോടൊപ്പം ഈ കണക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന സത്യം ഒന്ന് അംഗീകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പുതിയ ബിസിനസ് പാഠവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.